എല്ലാവർക്കും ലേണിംഗ് ട്രീയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ ക്ലാസ് എക്സലിന്റെ ക്ലാസ് ആണ്. നല്ല ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞുതരാം. വേർഡ്, എക്സൽ, പവർ പോയിന്റ് ഇതൊക്കെ നല്ല പോലെ പഠിപ്പിച്ചു തരും. ഓഫീസ് യൂസ് കൂടുതലും വരുന്ന കോഴ്സുകളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എക്സല്, വേർഡ്, പവർ പോയിന്റ്, ഇന്റർനെറ്റ്, പിന്നെ സ്കാനിങ്ങും പ്രിന്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ എല്ലാതും പറഞ്ഞിരുന്നതാണ്. വർക്ക് പ്രാക്ടീസ്, വർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുക അല്ലെ, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ ടൂൾസുകളാണ് പഠിക്കുന്നത് അല്ലെ. MS ഓഫീസിൽ ഉൾപ്പെടുന്ന എന്താണ്? വേർഡ്, എക്സല്, പവർ പോയിന്റ് പ്ലസ് മലയാളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം കൂടി ആഡ് ചെയ്യാം. മലയാളം വേണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ മലയാളം വേണ്ടത് അതൊക്കെ പഠിപ്പിച്ചു തരുന്നതാണ്. സെപ്പറേറ്റും പഠിപ്പിച്ചു തരുന്നതാണ്. എക്സൽ മാത്രമേ എക്സൽ, വേർഡ് മാത്രമേ വേർഡ്, അങ്ങനെ ആയാലും പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. എൻ്റെ ഇന്നത്തെ ക്ലാസ് എക്സലിന്റെ ക്ലാസ് ആണ്. എക്സലിന് കുറെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടുന്നത് കുറെ ട്രിക്സ് ഉണ്ട് അല്ലെ. പെട്ടെന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരുപാട് ട്രിക്സ് ഉണ്ട്. അപ്പൊ വേഗം നിങ്ങൾ പഠിക്കണം. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് എക്സൽ ട്രിക്സ് ആണ് അല്ലെ. 4 ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത് എന്താണ്? ഹൈഡ് സീറോസ് ആണ്. എന്താണ്? ഹൈഡ് സീറോസ്. രണ്ടാമത്തേത് ഓട്ടോ ഫിറ്റ് ടു കോളംസ് ആൻഡ് റോസ്. ഓട്ടോ ഫിറ്റ് ടു കോളംസ് ആൻഡ് റോസ്. അടുത്തതായിട്ട് ആഡ് ടു ബ്രേക്സ്. എന്താണ്? ആഡ് ടു ബ്രേക്സ്. മൂന്നാമതായിട്ട് ആഡ് ലൈൻ ബ്രേക്സ് ആണ്. എന്താണ്? ആഡ് ലൈൻ ബ്രേക്സ്. നാലാമത് പറയുന്നത് ഡെലീറ്റ് ബ്ലാങ്ക് റോസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇന്നത്തെ ക്ലാസ് എക്സലിന്റെ ട്രിക്സ് ആണ്. കുറേ ട്രിക്സ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. എളുപ്പത്തിൽ തന്നെയല്ല, എന്താണ്, കൂടുതലായിട്ട് വലിയ പ്രോഗ്രാം വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ കുറച്ച് ട്രിക്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എക്സൽ എടുക്കാം. ഓക്കെ. ഹൈഡ് സീറോസ്. ഓക്കെ. എന്താണ് ഫസ്റ്റത്തെ? ഹൈഡ് സീറോസ്. നെക്സ്റ്റ് വരുന്നത് ഓട്ടോ ഫിറ്റ് ടു കോളംസ് ആൻഡ് റോസ് എന്താണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ആഡ് ലൈൻ ബ്രേക്സ് അത് പഠിക്കണം. ഡെലീറ്റ് ബ്ലാങ്ക് റോസ്. കുറേ ട്രിക്സ് ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം എൻ്റെ ഈ ക്ലാസ്. അപ്പോൾ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹൈഡ് റോസ്. എന്താണ് ഹൈഡ് റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിസ്റ്റുകൾ നമ്മൾ തയ്യാറാക്കണം. അത് ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ പറയാറുണ്ട്. എക്സലിൽ നമ്മൾ ചെയ്യുമ്പോൾ വെറുതെ തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. എന്താണ്, ഇതുപോലെ എന്തെങ്കിലും ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കുകളോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരുകളോ നെയിം, അതുപോലെ തന്നെ അവരുടെ സാലറികൾ എന്താണ് കിട്ടുന്നത്, ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബാങ്കിന്റെ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഏതായിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റുകൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. എന്ത് ചെയ്യണം? നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? ഈ സീറോ എന്ന് പറഞ്ഞതുണ്ട് ഇവിടെ. സീറോ എന്ന് പറഞ്ഞതൊക്കെ ആബ്സെന്റ് ആണ് അല്ലെ. കുട്ടി പരീക്ഷ എഴുതിയിട്ടില്ല, അതുകൊണ്ട് സീറോ ആണ് കിടക്കുന്നത്. അപ്പൊ സെല്ല് ഹൈഡ് ചെയ്ത് വെക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. ഈ സീറോ ഇവിടെ സെല്ലുകളിൽ പാടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഈ 38 തൊട്ട് കേട്ടോ, ഇവിടെ നിന്ന് തൊട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഹെഡിങ് വേണമെന്നില്ല, ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് സീറോ കളയാനാണ് ഞാൻ പോകുന്നത്. അതുപോലെ എങ്ങനെയാണ് എടുക്കുന്നത്? അങ്ങനെ സെലക്ട് ചെയ്തതിനു ശേഷം ഹോം മെനുവിലേക്ക് വരാം. ഹോം മെനു. ഹോം മെനുവിൽ നിന്ന് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോർമാറ്റ്. ആ ഫോർമാറ്റില് എന്ത് ചെയ്യണം? ഫോർമാറ്റ് സെൽസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഇതിലെ ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ ഉണ്ട്, നമ്പർ ഉണ്ട്, കറൻസി ഉണ്ട്, അക്കൗണ്ടിങ്, ഡേറ്റിംഗ് ഒക്കെ ഉണ്ട് അല്ലെ. അതിന്റെ ലാസ്റ്റിലേക്ക് വരിക. കസ്റ്റം എടുക്കുക. എന്താണ്? കസ്റ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വന്നു അല്ലെ. ഇവിടെ ഒരു ജനറൽ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞു വന്നു. നെക്സ്റ്റ് ഇവിടെ ജനറൽ എന്ന് പറഞ്ഞു കാണാം. എന്താണ്? ജനറൽ. ഓക്കെ, ജനറൽ എന്ന് കാണാം. ഈ ജനറലിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ബാക്ക് സ്പേസ് അടിച്ച് കളയാവുന്നതാണ്. നെക്സ്റ്റ് അതിന്റെ ഷോർട്ട് കട്ട് പോലെയുണ്ട്. 0 സെമിക്കോളം 0 സെമിക്കോളം. എന്താണ്? ഫസ്റ്റ് കൊടുക്കേണ്ടത് 0, നെക്സ്റ്റ് കൊടുക്കേണ്ടത് സെമിക്കോളം, വീണ്ടും 0. നെക്സ്റ്റ് എന്ത് ചെയ്യണം? 2 പ്രാവശ്യം സെമിക്കോളം അടിക്കുക. എന്താണ്? 2 പ്രാവശ്യം സെമിക്കോളം അടിക്കുക. ക്ലിയർ? നെക്സ്റ്റ് എന്ത് കൊടുക്കണം? അറ്റ് ദ റേറ്റ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ? അറ്റ് ദ റേറ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 2 എന്ന് പറഞ്ഞ കീയിലാണ് അറ്റ് ദ റേറ്റ് ഉള്ളത് കേട്ടോ.
നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ സെല്ലിൽ നിന്ന് 0 പോയി കേട്ടോ, ഈ സെല്ലിൽ നിന്ന് 0 പോയി. അങ്ങനെ എല്ലാ ഒരുവിധം നമ്മൾ 0 ടൈപ്പ് ചെയ്ത സെല്ലുകളിൽ ഒന്നും എന്താവുന്നില്ല, ഡിസ്പ്ലേ ചെയ്യുന്നില്ല അല്ലെ, ഹൈഡായി പോയി. ഇത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ 0 എന്ന് പറയുന്നത് ഈ വീണ്ടും ആദ്യത്തെ പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നേരെ എന്ത് കൊടുക്കുക? ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ഹോമിൽ പോവാം. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ഫോർമാറ്റിൽ വരാം. ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ത് കൊടുക്കണം? ജനറലിൽ വരിക കേട്ടോ. ഇവിടെ ജനറൽ. ക്ലിയർ? ജനറലിൽ കൊടുക്കുമ്പോൾ ഇവിടെ 0 ആയി സാമ്പിൾ. നെക്സ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ വരാം. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ, ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തന്നാണ്. എന്ത് കൊടുക്കണം? ഇവിടെ ഈ ഭാഗത്തായിട്ട് കസ്റ്റം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ജനറൽ കൊടുത്താലും മതി കേട്ടോ. വളരെയധികം എളുപ്പമാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കൊടുക്കണം? ജനറലിന് കൊടുക്കാം. നെക്സ്റ്റ് എന്ത് കൊടുക്കാം? ഈ ഹോമിൽ നിന്ന് നമുക്ക് തിരിച്ചു പോയി ഇതുപോലെയും വേണമെങ്കിൽ കൊടുക്കാം. ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കണം? കസ്റ്റം ക്ലിക്ക് ചെയ്തിട്ട് ഇനി ജനറൽ ഉണ്ട് അല്ലേ ഇവിടെ, അങ്ങനെ ജനറൽ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ക്ലിയർ? ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വേഗം ഇപ്പോ കുറച്ച് ലിസ്റ്റ് ഉള്ളൂ അല്ലേ, ഒരുപാട് ലിസ്റ്റ് ഉണ്ടെങ്കിൽ 200ഓളം പേജ് ഉണ്ടെങ്കിൽ ആ 0നെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്നത് ഓട്ടോ ഫിറ്റ് ടു കോളംസ് ആൻഡ് റോസ് ആണ്. എന്താണ് ഓട്ടോ ഫിറ്റ് ടു റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്നത്? പറഞ്ഞുതരാം. ഇപ്പൊ ഹിന്ദി, ഇപ്പൊ നെയ്യും മലയാളം, ഹിന്ദി, ഇംഗ്ലീഷിനൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? അപ്പൊ നമ്മള് ഇതുപോലെ ഇതിന്റെ വിട്ട് കുറച്ച് നമ്മൾ ഇങ്ങോട്ട് കൂട്ടി അല്ലെ. ഓരോ കോളത്തിന്റെയും വിട്ട് നമ്മൾ കുറച്ച് കൂട്ടിയാലും എല്ലാത്തിന്റെയും എന്ത് റോസും കോളും സെയിം ആകുന്നില്ല, ആയി വരില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും? ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോ ഫിറ്റ് ടു കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പത്തിന് എന്ത് വളരെയധികം സെയിം ആയിട്ട് റോയും കോളും ഒരുമിച്ച് കറക്റ്റ് ആയിട്ട് ഒരേ സൈസിൽ വരാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓട്ടോ ഫിറ്റ് ചെയ്യുന്നത്. കോളംസിന്റെ കോളം എന്നറിയാലോ, താഴത്തോട്ട് പോകുന്നത്. റോ എന്ന് പറയുന്നെങ്കിൽ ഇങ്ങനെ. അപ്പൊ റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈറ്റ് കൂട്ടാം അല്ലെ, ഇതുപോലെ ഹൈറ്റ് കൂട്ടാം. അല്ല എന്നുണ്ടെങ്കിലോ കോളംസ് ആണെങ്കിൽ ഇവിടെ നിന്നും ഹൈറ്റ് കൂട്ടാം. ഈ ഒരു ഡി എന്ന് പറഞ്ഞ കോളം കണ്ടില്ലേ, അതിന് ഇവിടെ നിന്ന് കണ്ട ഈ ഡി എന്ന് പറഞ്ഞ കോളത്തിന്റെ ഈ ഒരു വര കണ്ടോ, ഈ ഹെഡ്, അവിടെ ഈ വരയുടെ അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക, പ്ലസ് പോലെ വരുന്നില്ലേ, ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്താണ്? ഡബിൾ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. കണ്ടോ? ഇതുപോലെ ഇവിടെയും ഈ റോഡ് ഹൈറ്റിന്റെ അവിടെയും ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മൗസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടൺ ഇല്ലേ, റൈറ്റ് ഹാൻഡ് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ചൂണ്ടാണി വിരലാണ്. അപ്പൊ ചൂണ്ടാണി വിരൽ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പ്രസ് ചെയ്യുക, മൗസ് കൊണ്ട് വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രമേ അത് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, പഴയ രീതിയിൽ പറഞ്ഞാൽ വരും. നമ്മൾ ഇതുപോലൊരു കോളം ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ അത് പഴയ പോലെ വരണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ മനസ്സിലായല്ലോ? ഇങ്ങനെ ഓട്ടോ ഫിറ്റ് ആവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ചെയ്യും. ക്ലിയർ? എന്താണ് ആഡ് ലൈൻ ബ്രേക്സ് അല്ലെ? ഈ ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ എന്താണ് റാപ്പ് ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ എന്താണ് റാപ്പ് ടെക്സ്റ്റ്, അത് തന്നെയാണ് ഈ ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറയുന്നത്. ആഡ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹോമിലാണ് കേട്ടോ, ഹോം മെനുവിലാണ് ആഡ് ലൈൻ ബ്രേക്സ്. ആഡ് ലൈൻ ബ്രേക്സ് എന്ന് വെച്ചാൽ ഇതിന് ഷോർട്ട് കട്ട് ആണ്, റാപ്പ് ടെക്സ്റ്റിന്റെ ഷോർട്ട് കട്ട് ആണ് ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്താൽ ആ സെല്ലിൽ തന്നെ അടിയിലേക്ക് കഴ്സർ വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്, ഒറ്റ സെല്ലിലാക്കി മാറ്റാൻ അല്ലേ. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ ഈ സെല്ലിൽ ടൈപ്പ് ചെയ്തു, ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് നേരെ പോയി അല്ലെ, ഇങ്ങനെ നേരെ പോയിട്ടുണ്ട്. നേരെ പോയപ്പോൾ ഈ ഒരു ബി കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തത് ഏത് സെല്ലിലാണ്? A1 എന്ന് പറഞ്ഞ സെല്ലിലാണ്. കണ്ടോ? ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ A1 എന്ന് പറഞ്ഞ സെല്ലിൽ A8 എന്ന് പറഞ്ഞ സെല്ലിലാണ് ഇരിക്കുന്നത് അല്ലെ. കവർ ചെയ്ത് നമ്മൾ പോയിട്ടുള്ളൂ അല്ലെ, ഈ സെല്ലിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുള്ളൂ. പക്ഷെ ടൈപ്പ് ചെയ്തത് ഏതിലാണ്? A8ലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. B എന്ന് പറഞ്ഞ 8ൽ ചെയ്തിട്ടില്ല. അപ്പോൾ A8 എന്നുള്ള സെല്ലിലുള്ള എന്ത്
സെല്ലിലുള്ളത് എന്ത് ചെയ്യും, ഒറ്റ സെല്ലാക്കി മാറ്റണം. നേരെ അങ്ങോട്ട് പോയത് ഒറ്റ സെല്ലിലേക്ക് ആക്കി മാറ്റാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഈ റാപ്പ് ടെക്സ്റ്റിന്റെ ആണ് എന്ത് ഷോർട്ട് കട്ട് ആണ് എന്ത് പറയുന്നത് ഓൾട്ട് എൻ്റർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറയും, ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറയും. അപ്പോൾ റാപ്പ് ടെക്സ്റ്റ് അല്ലെ, അതിന് ഉദാഹരണം. ഓക്കെ, അപ്പോൾ നോക്കാം. ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്തു അല്ലെ, ടൈപ്പ് ചെയ്തിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ സെല്ലിലേക്ക് മാറ്റാനാണ്, ഈ കവർ ചെയ്ത് പോയതും കൂടി ഒറ്റ സെല്ലിലേക്ക് മാറ്റാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, റാപ്പ് ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഹോം മെനുവിലാണ് എന്ത് വരുന്നത്, റാപ്പ് ടെക്സ്റ്റ് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ, ഹോം മെനുവിലാണ് എന്ത് വരുന്നത്, റാപ്പ് ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ റാപ്പ് ടെക്സ്റ്റിന്റെ ഒരു ഷോർട്ട് കട്ട് ആണ് എന്താ വരുന്നത്, ഓൾട്ട് എൻ്റർ എന്ന് പറയുന്നത്. എന്താണ് ഓൾട്ട് എൻ്റർ? ഈ ഒരു റോയിലേക്ക് ഒറ്റ സെല്ലാക്കി മാറ്റിയില്ലേ നമ്മൾ ടൈപ്പ് ചെയ്തതല്ല. യെസ്, ടൈപ്പ് ചെയ്തു, പുറത്ത് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം വീണ്ടും ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കുക കേട്ടോ. കഴ്സർ ഉണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നോക്കിയേ കണ്ടോ, ഒരു സെല്ലിൽ തന്നെ ടൈപ്പ് ചെയ്തത് മൊത്തം കണ്ടോ. ക്ലിയർ? ഇപ്പൊ മനസ്സിലായോ? ഇനി അതിന്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ജസ്റ്റ് ഒന്നൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ്. എന്ത് കൊടുക്കണം, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ടൈപ്പ് ചെയ്യും, ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വന്നു, പുറത്ത് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ല കേട്ടോ, കഴ്സർ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, അടുത്ത ലൈനിലേക്ക് വരാനാണ് എന്ത് കൊടുക്കുന്നത് ഓൾട്ട് എൻ്റർ കൊടുക്കുന്നത്. കേട്ടോ, എന്താണ് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എൻ്റർ കൊടുക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു, നെക്സ്റ്റ് ലൈനിലേക്ക് വന്നു കേട്ടോ. മനസ്സിലായോ? അടുത്ത ലൈൻ വരണമെങ്കിൽ വീണ്ടും ഓൾട്ട് എൻ്റർ. ഇത് കൂടുതൽ പേർക്ക് അറിയില്ല, അതുകൊണ്ടാണ് വലിയ ഓഫീസുകൾ ഒരുപാട് ഉപയോഗം വരും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അപ്പൊ അത് സേവ് ആയിക്കോളും. ക്ലിയർ? ഇതിനെയാണ് പറഞ്ഞത് ആഡ് ലൈൻ ബ്രേക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്, ഓൾട്ട് എൻ്റർ. നെക്സ്റ്റ് ഡെലീറ്റ് ബ്ലാങ്ക് റോസ് എന്നാണ് പറയുന്നത്. എന്താണ് ഡെലീറ്റ് ബ്ലാങ്ക് റോസ്? എന്താണ് ഡെലീറ്റ് ബ്ലാങ്ക് റോസ്? ഒരു ലിസ്റ്റുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ. ഇവിടെ കുറച്ച് രണ്ട് ലൈൻ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ 3 ലൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ, ഒരു പ്രൊജക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ റോ കൂടുതലായിട്ട് വരും അല്ലെ. ഇതുപോലെ റോയോ കോളോ ഒക്കെ വരും. അപ്പൊ ഇവിടെ ഒരു റോ ഞാൻ ഇൻസേർട്ട് ചെയ്തു കേട്ടോ. ഇവിടെയും ഒരു റോ കയറി വന്നിട്ടുണ്ട് അല്ലെ. ഇനി ഇവിടെ വേണമെങ്കിൽ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, റോ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറെ റോകൾ ഇതിന്റെ ഇടയിൽ ഉണ്ട് അല്ലെ. ആ ഇടയിലുള്ള ബ്ലാങ്ക് റോസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഡിലീറ്റ് ബ്ലാങ്ക് റോസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പൊ അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റിലേക്ക് വരാം. കുറച്ചും കൂടി ഞാൻ സൂമിൽ ഇടുന്നുണ്ട്, കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതുപോലെ സൂമിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള റോസിനെ അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇടയിൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന റോസിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഓൾ സെലക്ട് ആണ്. ഏത് ഓൾ സെലക്ട് ചെയ്യുമ്പോൾ 1ന്റെ തൊട്ട് മുകളിലുണ്ട് ഈ കോർണർ, അത് ക്ലിക്ക് ചെയ്താൽ ഓൾ സെലക്ട് ആയി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കൺട്രോൾ A കൊടുത്താലും സെലക്ട് ആവും. പിന്നെ 1ന്റെ തൊട്ട് മുകളിലുള്ള സെല്ല് ക്ലിക്ക് ചെയ്താലും സെലക്ട് ആവും അല്ലെ. അപ്പൊ കുറേ ടിപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നോക്കി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതുപോലെ മൊത്തം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതാണ്, ഡിലീറ്റ് ബ്ലാങ്ക് റോസ് ആണ്. എന്താണ് ഡിലീറ്റ് ബ്ലാങ്ക് റോസ് അല്ലെ. ഈ ഡിലീറ്റ് ബ്ലാങ്ക് റോസ് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് റോസ് അല്ലെ, കുറെ റോസ് ചിലപ്പോൾ അതിനിടയിൽ വന്നിട്ടുണ്ടാവും, അത് ബ്ലാങ്ക് ആണ്. ആ ബ്ലാങ്ക് നമുക്ക് കളയണം അല്ലെ. കളയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യണം, 1ന്റെ തൊട്ട് മുകളിൽ ക്ലിക്ക് ചെയ്ത് മൊത്തം സെലക്ട് ആയി. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഹോമില് ഫിൽറ്റർ അല്ലെ, ഫോർമാറ്റില് സോർട്ട് ഫിൽറ്ററിൽ ഉണ്ട്. ഫിൽറ്റർ കണ്ടോ, സോർട്ട് ഫിൽറ്ററിനുള്ളിൽ സോർട്ട് A to Z ഉണ്ട്, Z to A ഉണ്ട്. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് എന്താണ്, ഫിൽറ്റർ. ക്ലിയർ? ഇപ്പൊ ഫിൽറ്റർ ആയിട്ട് വന്നു. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ഈ നെയിമിന്റെ അവിടെ ഈ ഏരോയുടെ അവിടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇതില് എത്ര പേരടിച്ചതൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. കേട്ടോ, ഇത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് ഓഫ് ചെയ്യാം. സെലക്ട് ഓൾ ഓഫ് ചെയ്യാം. അതിനുശേഷം എന്ത് കൊടുക്കുക, സെലക്ട് ഓൾ ഓഫ് ചെയ്ത് കളയാട്ടോ. വീണ്ടും ക്ലിക്ക് ചെയ്തത് ഓണായി, വീണ്ടും ക്ലിക്ക് ചെയ്താൽ അത് വന്നു കേട്ടോ. നെക്സ്റ്റ് എന്ത് കൊടുക്കണം, ബ്ലാങ്ക്സ് ക്ലിക്ക് ചെയ്യാം. ബ്ലാങ്ക്സ്
ബ്ലാങ്ക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ എന്ത് സംഭവിക്കും? കണ്ടോ, നോക്കിയേ, ബ്ലാങ്ക് ആയിട്ട് കണ്ടോ, കുറെ ബ്ലാങ്ക് ആയിട്ട് റോസ് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു നീല കളർ കണ്ടോ, 3, 4, 9 ഒക്കെ എന്താണ്? ബ്ലാങ്ക് റോസ് ആണ്. മൊത്തമായിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. കണ്ടോ, റോസ് ആണ് നമുക്ക് കളയാൻ പോകുന്നത് അല്ലെ, ബ്ലാങ്ക്. ഇതൊക്കെ ബ്ലാങ്ക് ആണ്, നീല കളറായിട്ട് കിടക്കുന്നതൊക്കെ ബ്ലാങ്ക് ആണ്. ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്ലെ. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് റോസ് കൊടുക്കുക. അപ്പോൾ എന്തായി? അത് മൊത്തം എന്തായി? ആ ബ്ലാങ്കുകൾ മൊത്തം പോയിട്ടുണ്ടാവും. നോക്കുക, ഈ നെയിമിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതിനുള്ളിലുള്ള എന്ത് ബ്ലാങ്ക് റോസ് മൊത്തം പോയി. കണ്ടോ, ഇത് വളരെ എളുപ്പമല്ലേ. ഇപ്പൊ ഒരു 10,000 റോസ് അല്ലെ, കുറെ ടൈപ്പ് ചെയ്ത് 10,000-ഓളം നമ്മൾ സ്റ്റേറ്റ്മെന്റുകളോ കാര്യങ്ങളോ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്യുന്നതിനിടെ കൂടെ ഒരു 500-ഓളം ബ്ലാങ്ക് ഉണ്ട്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് വളരെയധികം എന്താ യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ്. നല്ലോണം പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നല്ല നല്ല ട്രിക്സ് ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9633 655 7855.